പെൺകുട്ടികളെ കെണിയിൽ വീഴുന്നതായിട്ട് വെളിപ്പെടുത്തൽ. ദീർഘകാലം ലഹരി ഉപയോഗിച്ച ശേഷം നേർവഴിയിലേക്ക് നടക്കാൻ ശ്രമിക്കുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ഷഹബാസിൻ്റെതാണ് വെളിപ്പെടുത്തൽ. ഇങ്ങനെ അറിയാതെ ലഹരിക്കണിയിൽ അകപ്പെട്ട കുട്ടികളെ അറിയാം എന്നുകൂടി ഷഹബാസ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഷഹബാസിന് മുഖം ടിവിയിൽ കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഞ്ചാവിൽ തുടങ്ങി വീര്യം കൂടിയ ലഹരി തേടി എത്തിപ്പെട്ടത് രാസലഹരിയിൽ. നല്ല കുടുംബാംഗം പോലീസ് ഉദ്യോഗസ്ഥനായ സുവർദ്ദകുമാറിന്റെ ഇടപെടലിൽ ഇപ്പോൾ ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചനം നേടിവരുന്നു. സ്ഥിരമായി രാസലഹരി ഉപയോഗിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അറിയാമെന്ന് ഷഹബാസ് പറയുന്നു. 10th +1 +2 തൊട്ടുള്ള പിള്ളേരാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളുടെ പറയാനുള്ളത്, എനിക്ക് ചെറിയ പിള്ളേരാ 10th +1 ഒക്കെ പഠിക്കുന്ന കുറെ ഗേൾസ് ഉണ്ട്. ഇവരുടെ ഈ പയ്യന്മാര്, അതായത് ഇവരുടെ അഫെയറുള്ള ബോയ്സ്, എൻ്റെ അറിവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ MDM എന്ന് പറയുന്നത് നമുക്ക് സ്നഫ് ചെയ്യും, ഒന്ന് മൂക്കിൽ വലിച്ചു തരാം, പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും, പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും. 2 ജ്യൂസിൽ 2 കല്ലിട്ട് കൊടുത്ത ജ്യൂസിലും അതും ലഹരിയാണ്. അപ്പൊ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാ. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണം. 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി. അടിയെല്ലാം ലഹരി തലയ്ക്ക് പിടിച്ച് പോലീസ് പിടികൂടി ജയിലിലാക്കിയിട്ടും ലഹരി കിട്ടി. ജയിൽ മതിൽക്കെട്ടിനുള്ളിലേക്ക് ലഹരി എറിഞ്ഞു തരാൻ വരെ ആളുണ്ട്. കുറച്ച് ഫസ്റ്റ് കയറുമ്പോഴൊന്നും നമുക്കിത് കിട്ടിയിരുന്നില്ല, നമുക്ക് ജയിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ എപ്പോഴെപ്പോഴും കേസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ